ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നമുക്ക് മഹത്വം അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം 82 മുതൽ 84 വരെയുള്ള സങ്കീർത്തനങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 84-ാം സങ്കീർത്തനം 10-ാം വാക്യം. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. സിയോൻ ഗീതങ്ങളിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ളതും ഭക്തിസാന്ദ്രവുമാണ് 84-ാം സങ്കീർത്തനം. സിയോനിലേക്കുള്ള തീർത്ഥാടകർ അവരുടെ യാത്രയിൽ ധ്യാനിച്ചു പാടിയിരുന്ന ഗീതമായിരിക്കണം ഈ സങ്കീർത്തനം. കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ് ഇത്. ദേവാലയ വാതിൽ കാവൽക്കാരും സംഗീത പ്രമാണിമാരുമായിരുന്നു കോരഹ് പുത്രന്മാർ. അതിനാൽ ദേവാലയത്തിൽ അവർക്ക് ലഭിച്ച നിയോഗം അവർ എത്രയധികം ആസ്വദിച്ചിരുന്നു എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഒരു ഭക്തന്റെ അഥവാ വിശ്വാസിയുടെ ആത്മീയ ജീവിതത്തിന് ദേവാലയം എത്രമാത്രം പ്രചോദനം നൽകുന്നു എന്നും യഥാർത്ഥ ഭക്തി എപ്രകാരമായിരിക്കണമെന്നും ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, ആലയങ്ങൾ മനുഷ്യരെ മനോഹരമാക്കുന്ന ഇടങ്ങളാകണം. സിയോന്റെ നെറുകയിലുള്ള ദേവാലയത്തിൻ്റെ മനോഹാരിതയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. യെരുശലേമിലേക്കുള്ള യാത്രയും ദേവാലയം ദർശിക്കുന്നതുമെല്ലാം ഈ തീർത്ഥാടകരെ ആവേശം കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ 1-2 വാക്യങ്ങളിൽ നമുക്കതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവാലയത്തിൽ ആരാധനാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരും ഈ ആരാധനയുടെ മനോഹാരിതയിൽ നിത്യവും ഏർപ്പെടുന്നവരാണ്. അതൊരു ബലവും ജീവിതത്തിൻ്റെ ധന്യതയുമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരം മനുഷ്യ ശരീരമാണ്. ഇങ്ങനെയുള്ള 2-3 പേർ കൂടുന്നിടത്ത് ദൈവ സാന്നിധ്യം ദർശിക്കുവാനും അവിടെ യഥാർത്ഥ ആരാധന രൂപപ്പെടുത്തുവാനും സാധിക്കും. അതിനാൽ നാം ഓരോരുത്തരുമാകുന്ന മന്ദിരങ്ങൾ അഥവാ ആലയങ്ങൾ മറ്റു മനുഷ്യരെ മനോഹരമാക്കുന്നവരായിട്ട് തീരണം. രണ്ടാമതായിട്ട്, പ്രാർത്ഥനകൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന അവസരങ്ങളാകണം. ദൈവത്തോടൊപ്പം ചിലവഴിക്കുന്ന സമയം ഏറ്റവും വിലപ്പെട്ടതാണ് എന്ന് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 8-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന്. 9-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ എന്ന്. എന്നാൽ 10-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന്. സങ്കീർത്തനക്കാരൻ ദൈവത്തെ ബലത്തിൻ്റെ കേന്ദ്രമായും സംരക്ഷണ കവചമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനാ ജീവിതം ധാർമ്മിക വിശുദ്ധീകരണത്തിൻ്റെ അവസരം കൂടെയാണ്. ദൈവാലയം ഭക്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇടമാണ്, അല്ലെങ്കിൽ ഭക്തർ പ്രാർത്ഥിക്കുന്ന ഇടമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ ചിലവഴിക്കുന്ന സമയം എത്രയോ ശ്രേഷ്ഠമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെ മഹത്വത്തെക്കാൾ ദൈവ സാന്നിധ്യമാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ല എങ്കിൽ ലോകത്തിൻ്റെ മഹത്വത്തെക്കാൾ ദൈവ സാന്നിധ്യമാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അങ്ങനെയെങ്കിൽ ദൈവ സാന്നിധ്യമാകുന്ന വലിയ സമ്പത്തിനായി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനും ദൈവ സാന്നിധ്യമാകുന്ന വലിയ സമ്പത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.